നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്സവ സീസണുകളാകുമ്പോൾ ഇന്ത്യൻ റെയിൽവേ പ്രത്യേകിച്ച് മലയാളികളെ ഞെട്ടിക്കാറുണ്ട്. ഇത്തവണയും ഇനി ഓണമാണ് വരാൻ പോകുന്നത്. ഒരു മാസം കഴിഞ്ഞാൽ ഇനി ഓണത്തിന്റെ തിരക്കിലേക്ക് കേരളം കടക്കുകയാണ്. ഏതായാലും ഓണത്തിനോടനുബന്ധിച്ച് കേരളത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് സുരക്ഷിതമായും സൗകര്യപ്രദമായും നാട്ടിലെത്താൻ വിപുലമായ ക്രമീകരണങ്ങളാണ് കേന്ദ്ര റെയിൽവേ ഒരുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രത്യേക ട്രെയിനുകളുടെ സർവീസ് സമയക്രമം, റൂട്ടുകൾ, സ്റ്റോപ്പുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് കേരളത്തിനായി അധിക പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കാൻ തീരുമാനിച്ചതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ അതിവേഗ റെയിൽ ഇടനാഴിയായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ 80% ജോലികളും പൂർത്തിയായതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. അതിവേഗം കുതിക്കുകയാണ് നമ്മുടെ റെയിൽവേ വികസനം എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനത്തിനും ആവശ്യമായിട്ടുള്ള ട്രെയിനുകളുടെ എണ്ണത്തിലും അതും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ട്രെയിനുകളുടെ ഒരു കടന്നുവരവാണ് ഇനി നമുക്ക് വരും വർഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ പദ്ധതി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടമായ സൂറത്ത് ബില്ലിമോറ സർവീസ് 2027 യാത്രാ സജ്ജമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യഘട്ടത്തിന് ശേഷം വാപ്പി, അഹമ്മദാബാദ്, ഒടുവിൽ മുംബൈ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളായി പദ്ധതി വ്യാപിപ്പിക്കും. ഇതോടെ ലോകോത്തര റെയിൽ ശൃംഖലയെന്ന ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. മണിക്കൂറിൽ 350 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ തക്കവണ്ണമാണ് ഈ ഇടനാഴിയിലെ ബുള്ളറ്റ് ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവയുടെ സർവീസ് വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ ആയിരിക്കും. പദ്ധതി പൂർണ്ണ സജ്ജമാകുന്നതോടെ രാജ്യത്തെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളായ മുംബൈയും അഹമ്മദാബാദും തമ്മിലുള്ള 508 കിലോമീറ്റർ ദൂരത്തിന്റെ യാത്രാ സമയം വെറും 1 മണിക്കൂറും 58 മിനിറ്റുമായി ചുരുങ്ങും. 508 കിലോമീറ്റർ നീളമുള്ള ഈ അത്യാധുനിക റെയിൽ ഇടനാഴിയിൽ 348 കിലോമീറ്റർ ഗുജറാത്തിലൂടെയും 156 കിലോമീറ്റർ മഹാരാഷ്ട്രയിലൂടെയുമാണ് കടന്നുപോകുന്നത്. 4 കിലോമീറ്റർ ദൂരം ദാദ്ര ആൻഡ് നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശത്തോടു കൂടിയാണ്. ജപ്പാനിലെ വിഖ്യാതമായ ഷിൻകാൻസൻ സാങ്കേതിക വിദ്യയും പ്രവർത്തന രീതികളും കടമെടുത്താണ് പദ്ധതി വികസിപ്പിക്കുന്നത്. ട്രാക്ഷൻ, ഇലക്ട്രിഫിക്കേഷൻ, ട്രാക്ക് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ ഓപ്പറേഷൻസ് എന്നിവയിലെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളുമാണ് ഈ ഇടനാഴിയിൽ ഒരുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകോത്തര ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അഹമ്മദാബാദിലെ പദ്ധതി വിലയിരുത്തിയ ശേഷം പ്രദേശവാസികളോട് സംസാരിക്കവെ റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. ഗുജറാത്തിലുടനീളം ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിനും റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുമാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ യാത്രക്കാരുടെ സൗകര്യം വർദ്ധിക്കുകയും നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് കുറയുകയും ചെയ്യും. ഇത് പ്രദേശത്തിന്റെ സമഗ്രമായ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് പുതിയ ഊർജം പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം ഓംനഗർ അണ്ടർപാസിന്റെ അവശേഷിക്കുന്ന ജോലികൾ വരാനിരിക്കുന്ന നവരാത്രി ഉത്സവത്തിന് മുമ്പായി പൂർത്തിയാക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള റെയിൽവേ വികസനം സാധ്യമാക്കുന്നതിനുള്ള എല്ലാ ഘട്ട നടപടികളും അവിടെ പൂർത്തിയാക്കുകയാണ്. പുതിയ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റെയിൽവേ സംവിധാനങ്ങളാണ് ഇനി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് എല്ലാ മേഖലയിലുള്ളവരുമായിട്ട് വളരെ സംയുക്തമായി ചേർന്നുള്ള പ്രവർത്തനമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവെക്കുന്നത്.